ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിനുശേഷം കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. കൂടെ ഒരു സബോള അരിഞ്ഞതുമിട്ട് വഴറ്റുക. കുറച്ച് വഴന്നതിന് ശേഷം ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ നിറച്ച് ബിരിയാണി മസാല ഇതിട്ട് ഇളക്കുക. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഒക്കെ ഇടാം. ഈ ബിരിയാണി മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മസാലകളൊന്നുമില്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്താലും മതി. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കടലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ടിളക്കുക. ഇങ്ങനെ തേങ്ങ ഇട്ട് ഇത് വേണമെങ്കിൽ തോരനായിട്ട് എടുക്കാം. എന്നാൽ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനകത്ത് പച്ചക്കറി ഇടാൻ പറയുന്നത്. അപ്പം തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടെ ഇടുക. അത് ഇവിടെ ബ്രോക്കോളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ അതുപോലെ ഇതുമായിട്ട് ചേരുന്ന ഏതെങ്കിലും വെജിറ്റബിൾ ഇടാം. അങ്ങനെ വെജിറ്റബിളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഇത് ഒന്നിച്ച് ചേർത്ത് വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക.